ഹായ് മിറക്കിൾ മേക്കേഴ്സ്. നമ്മളുടെ ഏതൊരു ആഗ്രഹവും നോട്ട് ടെക്നിക്കിലൂടെ എങ്ങനെ നേടിയെടുക്കാമെന്ന് ഞാൻ പറഞ്ഞു തരാം. നോട്ട് ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മൾ ചരടിനകത്ത് കെട്ടുകൾ ഇട്ടുകൊണ്ട് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. നമ്മൾ ഈ അമ്പലത്തിലൊക്കെ പൂജിക്കുമ്പോൾ കിട്ടുന്ന ചരടിനകത്ത് കെട്ടുകൾ കണ്ടിട്ടില്ലേ? അത് ഓരോ മന്ത്രങ്ങൾ ചൊല്ലിയിട്ടാണ് അവർ കെട്ടിടുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ആഗ്രഹങ്ങൾ ചൊല്ലി നമുക്ക് ചരടിൽ കെട്ടിട്ട് നമ്മളുടെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കാൻ കഴിയും. ഇത് വളരെ പവർഫുൾ ആയൊരു മെത്തഡാണ്. ഇതിനായിട്ട് ആവശ്യമുള്ളത് വളരെ നീളമുള്ള, അതായത് 1 മീറ്ററോ അല്ലെങ്കിൽ 2 മീറ്ററോ നീളമുള്ള ഒരു റെഡ് കളർ, ചുവന്ന കളർ ചരടാണ് ഇതിനായിട്ട് ആവശ്യമുള്ളത്. ഈ ചരട് എടുത്തതിന് ശേഷം നിങ്ങളുടെ മനസ്സ് വളരെ ശാന്തമാക്കിയിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ എന്ന് ഓർത്തെടുക്കുക. അഥവാ നിങ്ങൾ മറന്നു പോകുന്ന പേടിയുണ്ടെങ്കിൽ ഒരു പേപ്പറിനകത്ത് എഴുതി വെക്കുക. അതിനുശേഷം ഈ ചരട് എടുത്തിട്ട് ആദ്യത്തെ ഒരാഗ്രഹം ആലോചിച്ചുകൊണ്ട് അതിന് നല്ല ഫീലിങ്സോടെ വളരെ ഹാപ്പി ആയിട്ട് എനിക്ക് ആഗ്രഹം സാധിച്ചിരിക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും നിങ്ങൾ ആ ചരടിനകത്ത് ഒരു കെട്ടിടുക. എന്ന് വെച്ചാൽ അറ്റം തൊട്ടിട്ടാണ് തുടങ്ങുന്നത്, അല്ല നടുക്കുന്നല്ല. അപ്പൊ അറ്റത്തൊരു കെട്ടിടുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അടുത്ത ആഗ്രഹം ആലോചിക്കുക. അടുത്ത ആഗ്രഹം ആലോചിച്ചിട്ട് അതിനെ വളരെ ഫീലിങ്ങോടുകൂടി അത് നടന്നതിന് താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ കെട്ടിടുക. കെട്ടുകൾ അടുപ്പിച്ചടുപ്പിച്ചിടണമെന്നില്ല, കുറച്ച് സ്ഥലം ഡിസ്റ്റൻസ് ഇട്ടിട്ട് കെട്ടുകൾ ഇട്ടാലും മതി. അത് അപ് ടു യു. എങ്ങനെയായാലും നിങ്ങളുടെ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അതിനെ ഇങ്ങനെ കെട്ടുകൾ ഇട്ട് വെക്കുക. ഈ ഒരു പ്രാക്ടീസ് 7 ദിവസം അല്ലെങ്കിൽ 21 ദിവസം ചെയ്ത് നോക്കിക്കേ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നിരിക്കും. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കുക. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നമുക്ക് പോസിറ്റിവിറ്റി മറ്റുള്ളവരിലേക്ക് പകരുവാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന പലരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.